നിർദ്ദേശവും ഒക്കെ തേടിയിട്ടുണ്ട്. അത്തരം പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ട്രിബ്യൂണലിനെ സമീപിച്ചാലും പിണറായി വിജയന്റെ സന്തത സഹചാരികളെ രക്ഷിക്കാനായി തെളിവില്ലെന്ന പേരിൽ പിണറായിയുടെ പോലീസ് എഴുതിത്തള്ളാൻ ഒരുങ്ങിയ കേസ്. ഞാൻ ഇന്ന് കണ്ടതിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു വാർത്ത ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്, ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തന മർദ്ദന കേസ് MR അജിത് കുമാറിന് സസ്പെൻഷൻ. ഞാൻ മാത്രമല്ല, ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് സന്തോഷം തരുന്നൊരു വാർത്തയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലം രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരും പറഞ്ഞ് 2 യുവാക്കളെ തല്ലിച്ചതച്ചിട്ട് അവർക്ക് കിട്ടേണ്ട നീതി വരെ നിഷേധിച്ച ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. ഇന്ന് അയാൾക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ്. എത്ര ആളുകൾ ഇതിനോട് യോജിക്കുന്നുണ്ട്? ഇത് ഇഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ, ഈ വാർത്ത കണ്ടിട്ട് സന്തോഷം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കണം. എത്ര ആളുകൾ ഈ ഒരു വാർത്ത കണ്ട് മനസ്സറിഞ്ഞ് സന്തോഷിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെ സസ്പെൻഷൻ ചെയ്തല്ലോ, ആ ഒരു വാർത്ത ഞാനിവിടെ പങ്കുവയ്ക്കാം. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലം പിണറായി സർക്കാർ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരും പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 2 വ്യക്തികളെ ഇതിൻ്റെ പേരിൽ ന്യായീകരിച്ച് ഇത്രയും നാളും ന്യായീകരിച്ച് കൊണ്ടു നടന്നിട്ട് അതിനെ ചുക്കാൻ പിടിച്ച് ഈ പറഞ്ഞിട്ടുള്ള ആ 2 ചെറുപ്പക്കാർക്ക് കിട്ടേണ്ട നീതി നിഷേധിച്ച് ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്യിപ്പിച്ചാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ആദ്യം ചെയ്തത് ആ ഫയൽ പൊടി തട്ടിയെടുത്തിട്ട് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഫയൽ ഒന്നും കൂടെ പുനർപരിശോധിക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ എന്ത് പെട്ടെന്നാണ്. ഇതിന് ഏറ്റവും എനിക്ക് തോന്നുന്നു വലിയൊരു താങ്ക്സ് കൊടുക്കേണ്ടത്, നമ്മൾ ഒരു താങ്ക്സ് എന്നൊക്കെ പറയുമല്ലോ, വലിയൊരു ഇത് കൊടുക്കേണ്ടത് ഷൗക്കത്ത് അലി സാറിനാണ്. പുള്ളിയാണ് ഈ കേസ് അന്വേഷിച്ചത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ഇത് അന്വേഷിച്ച് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം വെളിയിൽ കൊണ്ടുവരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുകയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഉറപ്പായിട്ടും ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. കാരണം 2 യുവാക്കളെ പട്ടിയെ തല്ലുന്ന പോലെയാണ് തല്ലിച്ചതച്ചത്, അല്ലേ? അതിലൊരാളിപ്പം ആലപ്പുഴയിലെ MLA ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇല്ലേ? കർമ്മ എന്നൊക്കെ പറയുമല്ലോ, കാലം കാത്തുവെച്ച നീതി എന്നൊക്കെ പറയുമല്ലോ. ഞാൻ ആ ഒരു ന്യൂസ് ഇവിടെ വെച്ച് തരാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റുണ്ട്, തീ പാറിക്കുന്ന പോസ്റ്റാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കണം. ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും പിണറായി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്നുണ്ടെന്നാണ് ഒന്ന് ആലോചിക്കുമ്പോഴേക്കും നമ്മൾ നോക്കി. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം വീടും വേണ്ട കാറും വേണ്ട എന്നൊക്കെ പറഞ്ഞ ആൾ പിന്നെയും ഈ ഗവൺമാന്മാരെ ന്യായീകരിച്ച് ഇവരെയും കൂടെ കൊണ്ട് നടക്കുന്നത് നമ്മൾ എത്ര വട്ടം കണ്ടിട്ടുണ്ട്, അല്ലേ? ഓക്കെ, എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടുപോകാം. സിജോ, അങ്ങനെ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ 31-ന് DGP സ്ഥാനക്കയറ്റമാണ് അജിത് കുമാറിന്. അതെന്തായാലും ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. പക്ഷേ ഇതിനിടയിൽ ട്രൈബ്യൂണൽ വഴി ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന്? അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം അത്തരത്തിലുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ട്രിബ്യൂണലിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ഉത്തരവ് നേടാനുള്ള ശ്രമമായിരിക്കും നടത്തുക. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ അജിത് കുമാർ സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആ സസ്പെൻഷൻ നടപടി വന്നാൽ എന്തായിരിക്കണം അതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത ഉണ്ടായിരുന്നത്. നമ്മൾ കടുത്ത നടപടി എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും സസ്പെൻഷനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷം ആഭ്യന്തര വകുപ്പ് വളരെ പക്വതയോടെ, വളരെ കരുതലോടെയാണ് അത് മുന്നോട്ട് പോയത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊക്കെ പരിശോധിച്ച് പഠിച്ച ശേഷം മാത്രമായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സസ്പെൻഷനിലേക്ക് പോയിട്ടുണ്ടാവുക. തീർച്ചയായും
ഇനി അത്തരത്തിലൊരു ഗൗരവപരമായിട്ടുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമോപദേശവും ഒക്കെ തേടിയിട്ടുണ്ട്. അത്തരം പരിശോധനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ട്രിബ്യൂണലിനെ സമീപിച്ചാലും ഒരു തരത്തിൽ തിരിച്ചടിയാകില്ല എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് ആഭ്യന്തര വകുപ്പിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശമൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം DGP സ്ഥാനക്കയറ്റം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഉത്തരവിനെ, ഈ തീരുമാനത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ഇനി ട്രിബ്യൂണലിൽ നിന്ന് നടപടിയെടുക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് TP സെൻകുമാർ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് വാങ്ങി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ചരിത്രമുണ്ട്. അത് പക്ഷേ ഈ കാര്യത്തിൽ എത്രത്തോളം അജിത് കുമാറിന് ഫേവറാകും എന്നുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും പുള്ളി DGP ആയിട്ട് സ്ഥാനക്കയറ്റം കയറാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ടീംസിനെയൊന്നും ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സത്യത്തിൻ്റെ വഴിക്കല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീംസിനെയൊന്നും ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തതിൽ എടുത്ത് കളയണം. അതാണ് വേണ്ടുന്നത്. ആ രണ്ട് പേർക്ക് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അവർ ചെന്നിട്ട് മുഖ്യമന്ത്രി ആയിട്ടിരുന്ന പിണറായി വിജയൻ്റെ കാറിൽ നിന്ന് ആ രണ്ട് പേര് ഇറങ്ങി ചെന്നിരുന്നിട്ട് ആ വടി കൊണ്ട് അത്രയും ശക്തിയോടാണ് അടിക്കുന്നത്. ആ അടിയിൽ അവരെ തലയിൽ കയറിക്കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും ശക്തിയായിട്ടാണ്, ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അത്രയും ക്രൂരമായിട്ട് അവിടെ അവരെ തല്ലുന്നത്. അതെല്ലാം നമ്മൾ കണ്ടതാണ് വീഡിയോയിലൂടെ. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് വെച്ച് തരാം. എന്നിട്ടും ആ രണ്ട് വ്യക്തികൾക്കെതിരെ ഒരു നടപടിയും എടുക്കുക എന്നാൽ അതിന് കേസ് അന്വേഷണത്തിന് വന്ന ഒരു ഉദ്യോഗസ്ഥന് സത്യസന്ധമായിട്ട് ആ രണ്ട് വ്യക്തികൾക്ക് നീതി മേടിച്ചു കൊടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനൊരു ഇതുണ്ട്. അവരെ അങ്ങോട്ട് മുഖ്യമന്ത്രി പോകുന്ന കാറിന് നേരെ എന്തെങ്കിലും എറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ, അതിനൊരു ന്യായമുണ്ടെന്നെങ്കിലും പറയും. ഇതൊരു ന്യായമില്ലാതെ ചുമ്മാ അവിടെ നിന്ന രണ്ടുപേരെ ഒരു കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് നിന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവിടെ നിന്നതിൻ്റെ മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് അവിടെ കാണാൻ നിന്നതിൻ്റെ പേരിലോ ചുമ്മാ നിന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കൈയെടുത്തൊന്ന് സമരം വിളിച്ചതിൻ്റെ പേരിൽ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് ചാടി ഇറങ്ങി അടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ രണ്ട് വ്യക്തികൾക്ക് നീതി മേടിച്ച് കൊടുക്കാനുള്ളതിന് ഇതിന് കൂട്ടുനിന്ന് ആ രണ്ട് തല്ലിയ ആളുകൾക്ക് കൂട്ടുനിന്നിട്ട് അവരെ സംരക്ഷിക്കാനാണ് നോക്കിയത് ഈ ഉദ്യോഗസ്ഥൻ. ഇയാൾക്ക് സത്യം പറയാൻ സസ്പെൻഷൻ അല്ല കൊടുക്കേണ്ടത്. ഇയാൾക്കെതിരെ ഈ ഉദ്യോഗസ്ഥനെതിരെ ഇവരെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അല്ലേ. സസ്പെൻഷനൊക്കെ ഞാൻ നോക്കിയിട്ട് കുറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്നും ഒരു ഉദ്യോഗസ്ഥനും ചെയ്യല്ലേ. ഇനി ഞാനിവിടെ ആ ഒരു വീഡിയോ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇത് രക്ഷാപ്രവർത്തനം, ഇതാണോ രക്ഷാപ്രവർത്തനം? നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. പിണറായി വിജയന്റെ സന്തത സഹചാരികളെ രക്ഷിക്കാനായി തെളിവില്ലെന്ന പേരിൽ പിണറായിയുടെ പോലീസ് എഴുതിത്തള്ളാനൊരുങ്ങിയ കേസ്. പിണറായി സർക്കാർ 10 വർഷമായി ഒതുക്കിയിട്ടിരുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കുന്നു. ഒറ്റ തീരുമാനം കൊണ്ട് 2 തരത്തിൽ മധുര പ്രതികാരം നടത്തുകയാണ് VD സതീശൻ സർക്കാർ. നവകേരള യാത്രക്കിടെയായിരുന്നു ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപും മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച AD തോമസിനെയും അജയെയും ക്രൂരമായി മർദ്ദിച്ചത്. സസ്പെൻഷനോ അറസ്റ്റോ ചെയ്യാതെ പിണറായി സർക്കാർ സംരക്ഷിച്ച ഗൺമാന്മാർക്കെതിരെ തുടരന്വേഷണം. ഓക്കെ, കരിങ്കൊടി കാണിച്ചതല്ലേ ഉള്ളൂ. കരിങ്കൊടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ കൊണ്ടുവരണം. നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം, അതാണ് വേണ്ടുന്നത്. അല്ലാതെ കാറിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിച്ചെന്നിട്ട് അവരെ എന്തൊരു രീതിയിലാണ്, ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അവരെ തല്ലുന്നത് അല്ലേ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തീ പാറിക്കുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിജയൻ്റെയും ശശിയുടെയും കയ്യിലെ ടോയ് ക്യാറ്റായിരുന്ന MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് കേൾക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം എന്നെ ഏറ്റവും അധികം വേട്ടയാടാൻ നേതൃത്വം നൽകിയ ഒരാളാണ് ഈ കോൾഡ് ബ്ലഡ് ക്രിമിനൽ. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം കൊണ്ടുവന്ന് ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തിൽ എന്നെ പ്രതിയാക്കണമെന്ന് ഉത്തരവിട്ടയാളാണ് ഇയാൾ. എനിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികാര മനോഭാവത്തോടെയാണ് ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്.
പാലക്കാട് ഈ ഉദ്യോഗസ്ഥനെ പറ്റിയിട്ടാണ് പറയുന്നത്. പാലക്കാട് ഞാൻ മത്സരിക്കുമ്പോൾ നീലപ്പെട്ടി വിവാദം ഉയർന്ന സമയത്ത് എനിക്കെതിരെ കള്ളപ്പണം കടത്തി എന്ന കള്ളക്കേസ് എടുക്കണമെന്ന് പാലക്കാട്ടുള്ള ഉദ്യോഗസ്ഥരോട് വ്യക്തിപരമായി ആവശ്യപ്പെടുകയും അത് നിരസിച്ചതിൻ്റെ പേരിൽ അവരോടും ഇയാൾ മോശമായി പെരുമാറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ എനിക്കെതിരെ വ്യാജ പീഡന കേസ് കൊണ്ടുവരാൻ സർക്കാർ ആവശ്യപ്രകാരം ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തിയ മൂവർ IPS ഗ്യാങ്ങിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ഇയാളുടെ വിശ്വസ്തനായ ഒരു വാച്ച് ഡോഗായ പോലീസ് ഗുണ്ടയ്ക്ക് എന്നെ കായികമായി കൈകാര്യം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തതും ഇയാളാണ്. കേസ് നിലനിൽക്കില്ല, അതിന് മെറിറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ച ഇടതുപക്ഷക്കാരനായ ഒരു DYSPയെ കാസർഗോഡേക്ക് ഇയാൾ ഇടപെട്ട് സ്ഥലം മാറ്റുകയും ചെയ്തു. ഒരു കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം ഈ നൊട്ടോറിയസ് വിജയൻ അടിമ എനിക്കെതിരെ ചെയ്ത കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇതിൽ പറഞ്ഞത്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കേരളം മുഴുവൻ വിജയൻ്റെ നവകേരള യാത്രയ്ക്കെതിരെ നടത്തിയ കരിങ്കൊടി സമരങ്ങളെ മാർക്കട മുഷ്ടി കൊണ്ട് അടിച്ചമർത്തണമെന്ന ആഹ്വാനം നൽകി കല്യാശ്ശേരി തൊട്ട് കാട്ടാക്കട വരെ ക്രൂര ആക്രമണം അഴിച്ചുവിടാൻ ഉത്തരവിട്ടതും ഇയാളാണ്. ഈ ഉത്തരവിൻ്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ AD തോമസിനെയും അജി ജുവലിനെയും അടക്കം ആക്രമിച്ചതും പിന്നീട് ആ റിപ്പോർട്ട് തന്നെ തിരുത്തിയതും. ഇതുപോലെ എത്ര കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ മാഫിയ തലവനും അയാളുടെ മാഫിയ പോലീസ് സംഘങ്ങളും ദ്രോഹിച്ചിട്ടുള്ളത്. ഇയാളെ മാത്രമല്ല, ആ മാഫിയയിലെ എല്ലാവരെയും ഇതുപോലെ തെറിപ്പിക്കുക തന്നെ ചെയ്യും ഈ സർക്കാർ. സസ്പെൻഷൻ എന്നത് അവസാനമൊന്നുമല്ലെന്നറിയാം. എങ്കിലും പോലീസിൻ്റെ മാന്യവേലിന് മുകളിൽ വിജയൻ്റെയും ശശിയുടെയും മാനുവേൽ നോക്കി പ്രവർത്തിച്ചവന്മാരുടെ എല്ലാം ചിറകരിയുന്ന ഈ സർക്കാർ പ്രവർത്തകരുടെ ആത്മാഭിമാനത്തോടെയാണ് ചേർത്ത് നിർത്തുന്നത്. അജിത് കുമാറെ, നീ ചെയ്തതിന് ഒക്കെയും നീ കണക്ക് പറയേണ്ടി വരും. അവൻ്റെ ദുഷ്ടത അവൻ്റെ സ്വന്തം തലയിൽ തന്നെ തിരികെ വരും. സങ്കീർത്തനങ്ങൾ 7:16. നന്ദി ഞങ്ങളുടെ പാർട്ടിക്ക്, പാർട്ടിയുടെ സർക്കാരിന്, ജനങ്ങളുടെ സർക്കാരിന്. അജിത് കുമാറിൻ്റെയും പിണറായി വിജയൻ്റെയും ഒരു ഫോട്ടോയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുൽ, നമുക്കറിയാം ഈ ഒരു സർക്കാർ, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടൊരു വ്യക്തി എന്ന് പറയാൻ രാഹുലാണ്. കാരണം കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയേണ്ടടുത്ത് പറയുന്നതിൻ്റെ, ശക്തമായിട്ട് പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായിട്ട് വേട്ടയാടപ്പെട്ടൊരു വ്യക്തിയാണ് രാഹുൽ. അവസാനം കണ്ടില്ലേ, പുള്ളിയുടെ MLA സ്ഥാനം വരെ തെറിച്ചു. അവസാനം പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ വെളിയിൽ പുറത്താക്കിയിട്ടും പുള്ളി എങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയെയും പുള്ളിയുടെ ഫാമിലിയെയും മരിച്ചുപോയ പുള്ളിയുടെ ഫാദറിനെയൊക്കെ ചേർത്ത് എന്തോ ഒരു മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ഇപ്പോഴും ഓരോ ടീംസുകൾ വന്നിടുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക്. ഇപ്പം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഇപ്പം നിലവിൽ MLA ആയിട്ട് പാലക്കാട് ജയിച്ചായിരുന്നെങ്കിലും ഒരു മന്ത്രി ആവേണ്ട ഒരാളായിരുന്നു. അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഭരണം തിരിച്ചു പിടിക്കാം എന്നൊക്കെ ഒരു വ്യാമോഹമായിരുന്നു. പക്ഷേ അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളെന്നുള്ള എന്തൊക്കെ നമ്മൾ ചെയ്താലും ജനങ്ങളുണ്ടല്ലോ, ജനങ്ങളുടെ ഒരു ഇതാണ്. അവർ തീരുമാനിക്കും ആര് ഭരിക്കണം ആര് ഭരിക്കണ്ടെന്നൊക്കെ, അല്ലേ? എത്ര ആളുകളെ രാഷ്ട്രീയപരമായിട്ട് ഇതുപോലുള്ള കള്ളക്കേസുകൾ ചുമത്തി തകർത്താലും ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അതെല്ലാം അറിയാനും കഴിക്കുന്ന ആളുകൾക്കെല്ലാം അതൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ന്യായമാണെന്നെങ്കിൽ ന്യായത്തിൻ്റെ വശത്ത് നിന്ന് സംസാരിക്കും. ഇവിടെ ഈ ഗൺമാന്മാർ കാണിച്ചത്, സത്യം പറഞ്ഞാൽ എന്താണ് ഇവർ കാണിച്ചത്? അത്രയും ക്രൂരമായിട്ട് തല്ലുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അധികാരം കയ്യിലിരിക്കുമ്പോൾ എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളൊരിതുണ്ടല്ലോ. അധികാരം അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നവർ അധികാരത്തിൻ്റെ കസേരയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അത് ഇതോടെ നിർത്തണം. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, അത് ഏത് പാർട്ടിയാണെങ്കിലും ഇതുപോലെ അധികാരത്തിൽ വരുന്ന സമയത്ത് ആ അധികാരത്തിൻ്റെ പവർ കാണിച്ച് പാവങ്ങളെ മെക്കിട്ട് കയറാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പാഠമാണ്. ഇന്ന പാർട്ടി എന്നല്ല, ഏത് പാർട്ടിയാണെങ്കിലും എല്ലാവർക്കും ഒരു പാഠമാണിത്.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ അതായിട്ട് കാണുന്നവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.